ഈ ചൂട് കാലത്തൊക്കെ ഉണ്ടല്ലോ മിക്കവർക്കുടെ മുഖത്ത് കൂടെയൊക്കെ നിറയെ ചൂടുകുരു ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മുഖത്ത് വരുന്ന ചൂടുകുരു മാറാനൊക്കെ ആയിട്ടും ഈ വെയിൽ കൊണ്ടിട്ടുള്ള ടാൻ ഉണ്ടല്ലോ, ടാൻ മാറാനായിട്ടും കരിവാളിപ്പ് മാറാനായിട്ട് തേങ്ങാവെള്ളം, നമ്മൾ തേങ്ങ പൊട്ടിച്ചിട്ടുള്ള തേങ്ങാവെള്ളം ഇതുപോലെ ഒന്ന് നിങ്ങൾ ഫേസിൽ തേച്ചൊന്ന് കഴുകി നോക്കട്ടോ. പെട്ടെന്ന് നല്ല കരിവാളിപ്പ് മാറുകയും ചെയ്യും. നമുക്ക് ഫേസിൽ നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ടും ചൂടുകുരു മുഖത്ത് കൂടെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ ഫേസിൽ പെട്ടെന്ന് പോകാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് ഇത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ എടുത്തിട്ട് നമുക്കതെടുത്ത് കഴുകാനായിട്ട് എളുപ്പമുണ്ടാകും കേട്ടോ. ഈ തേങ്ങയുടെ വെള്ളത്തിലേക്ക് ഒരു സ്പൂണോളം അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയില്ലേ, വറുത്ത അരിപ്പൊടി എടുക്കാം. അതാകുമ്പോൾ ചെറിയ തരിതരിപ്പും ഉണ്ടാകും. ഈ വറുത്ത അരിപ്പൊടിയുടെ കൂട്ടത്തിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കേട്ടോ. ഇത് സ്കിന്ന് നല്ല രീതിയിൽ നമുക്ക് നിറം വെക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് ഈ റൈസ് വാട്ടർ. അപ്പം ഈ അരിപ്പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞളും തേങ്ങയുടെ വെള്ളം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫേസിൽ തേച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം കഴിയുമ്പോൾ നിങ്ങളത് കഴുകി നോക്കുക. അപ്പോൾ സ്കിന്നിന് നല്ലൊരു നിറവും കിട്ടും. നമുക്ക് ടാൻ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. മുഖത്ത് കൂടി വരുന്ന ഈ ചൂടുകാലത്ത് വരുന്ന കുരുക്കൾ അത് പെട്ടെന്ന് പോകാനൊക്കെ ആയിട്ടും വരാതിരിക്കാനൊക്കെ ആയിട്ടും നല്ലതാണേ. അതുപോലെ ഈ തേങ്ങാവെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിന് നല്ലൊരു തണുപ്പും നല്ലൊരു കൂളിങ് കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ടാൻ മാറാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. പിന്നെ ഇത് കുട്ടികൾക്കും മേലും പുറമൊക്കെ തേച്ച് കൊടുക്കുവാണെങ്കിൽ ചൂടുകുരു ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊക്കോളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വേണ്ടി കാണാവേ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ബൈ.